ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രഭാത സന്ദേശവുമായി കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്ന സന്തോഷത്തോടെ സുഖത്തോടെ ആയിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ ദാവീദ് സർവ്വസഭയുടെയും മുമ്പാകെ യഹോവയെ സ്തുതിച്ച് ചൊല്ലിയതെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൽ ദൈവമായ യഹോവേ, നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയുള്ളതൊക്കെ നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിൻ്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിൻ്റെ പ്രവൃത്തിയാകുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിൻ്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാനാറ് എൻ്റെ ജനവും എന്തുള്ളൂ. സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്. നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തന്നതേ ഉള്ളൂ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് പ്രിയമുള്ളവർ. നമുക്കറിയാം ദൈവത്തിന് സ്തോത്രം. ഈ പശ്ചാത്തലം നമുക്കറിയാം. 29-ാം അധ്യായം ദിനവൃത്താന്തം 29-ാം അധ്യായം വായിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ യെരൂശലേം ദേവാലയം പണിയുവാനായിട്ട് ദൈവത്തിന് സ്തോത്രം കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. എന്നാൽ ഹല്ലേലൂയ ദൈവം തമ്പുരാൻ ദാവീദിനോട് പറയുന്നുണ്ട്, നീ ഇത് പണിയത്തില്ല, നിൻ്റെ മകൻ ആയിരിക്കും അത് പണിയുന്നത്. എന്നാൽ അതിന് വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും എല്ലാം ദാവീദ് ഒരുക്കി വെച്ചതായിട്ട് ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 10-ാം വാക്യം ഇങ്ങനെയാണ് കാണുന്നത്. ദാവീദ് സർവ്വസഭയുടെയും മുമ്പാകെ യഹോവയെ സ്തുതിച്ചു. ഹല്ലേലൂയ. എല്ലാം ഒരുക്കി വെച്ചിട്ട് അവൻ യഹോവയെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്നോ ദൈവത്തിന് സ്തോത്രം കൊണ്ടുവന്ന ദൈവത്തെ ഹല്ലേലൂയ ദാവീദ് രാജാവ് സ്തുതിക്കുകയാണ്. നമുക്കറിയാം, കാട്ടിൽ കിടന്നവനെ, ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നവനെ ഹല്ലേലൂയ വനാന്തരത്തിൽ നിന്ന് കൊണ്ടുവന്ന് രാജാവാക്കിയ ആ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഹല്ലേലൂയ ദാവീദ് ഒന്നുകൂടി ഓർക്കുക. നമുക്കറിയാം 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം അവിടെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം ദൈവത്തിന് നമുക്കറിയാം, ശമൂവേലിനോട് ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിക്കളഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം നോക്കി. കൊമ്പിൽ ഹല്ലേലൂയ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമിനായ യിശ്ശായിയുടെ അടുക്കൽ അയക്കും. അവൻ്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ഹല്ലേലൂയ രാജാവ് ഹല്ലേലൂയ ദൈവം തമ്പുരാന് ശമൂവേലിനെ ദൈവത്തിന് സ്തോത്രം യിശ്ശായിയുടെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുന്ന സംഭവം ഈ 1 രാജാവ് ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ ഹല്ലേലൂയ ശമൂവേൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, ഞാനൊരു യാഗം കഴിക്കുവാൻ കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നീ ഹല്ലേലൂയ കാര്യങ്ങളൊക്കെ ക്രമീകരിപ്പാൻ യിശ്ശായിയോട് പറയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം എല്ലാവരെയും വിളിച്ചിട്ട് അവൻ്റെ മൂത്ത പുത്രനെ മക്കളെ തൊട്ട് എല്ലാവരെയും കൂട്ടി വരുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ഓരോരുത്തരായിട്ട് വന്നപ്പോൾ ദൈവം തമ്പുരാൻ പറയുന്നു, നീ അവൻ്റെ പൊക്കമോ ഹല്ലേലൂയ യാതൊന്നും നോക്കേണ്ട, ഞാൻ അവനെ തിരഞ്ഞെടുത്തിട്ടില്ല. ഇങ്ങനെ ഓരോരുത്തരെ ഹല്ലേലൂയ വന്ന് ശമൂവേലിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ ശമൂവേൽ ഹല്ലേലൂയ ദൈവം തമ്പുരാൻ അവനോട് പറയുകയാണ്, ഞാൻ അവനെ തിരഞ്ഞെടുത്തിട്ട്. ഇങ്ങനെ ദൈവത്തിന് എങ്ങനെയാണ് അവിടെ വായിക്കുന്നത്? യഹോവ ശമൂവേലിനോട് അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ യിശ്ശായി ഓരോരുത്തരെ ഇങ്ങനെ തൻ്റെ മക്കളെ ഓരോരുത്തരെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ലാസ്റ്റിൽ ശമൂവേൽ ആരെയും ആ ഭവനത്തിൽ അന്നേരം ഉണ്ടായിരുന്ന ആരെയും തിരഞ്ഞെടുത്തില്ല എന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ദൈവം ഹല്ലേലൂയ ശമൂവേൽ യിശ്ശായിയോട് ചോദിക്കുന്നുണ്ട്, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യിശ്ശായി 7 പുത്രന്മാരെ ശമൂവേലിൻ്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ യിശ്ശായിയോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിൻ്റെ പുത്രന്മാരെല്ലാവരും ആയോ എന്ന് ശമൂവേൽ ചോദിച്ചതിന്, അവൻ ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇനി ഒരുത്തനുണ്ട്, ഹല്ലേലൂയ, അവൻ വനാന്തരത്തിൽ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് യിശ്ശായി പറയുന്ന ഒരു കാര്യമാണ്, അവനെ വരുത്തിയിട്ടല്ലാതെ പന്തിയിൽ ഇരിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം അവനെ വരുത്തി കാട്ടിൽ
നിന്നവനെ, ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നവനെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇശായി വിളിച്ചു വരുത്തിയപ്പോൾ നമ്മളിങ്ങനെ, ഞാനവിടെ ഹല്ലേലൂയ ഇങ്ങനെ ചിന്തിക്കുക, ദൈവത്തിന് സ്തോത്രം. ഈ ദാവീദിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശമൂവേലിൻ്റെ കയ്യിലിരുന്ന തൈലക്കൊമ്പ് തിളയ്ക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ഇവനാണ് ദൈവനെ നീ അഭിഷേകം ചെയ്യാമെന്ന് ദൈവത്തിന് ദൈവം തമ്പുരാൻ അവനോട് സംസാരിച്ചു. നമുക്കറിയാം ശമൂവേൽ ഉടനെ ദാവീദിൻ്റെ തലയിൽ തൈലമൊഴിച്ച് അവനെ അഭിഷേകം ചെയ്തതായിട്ട് നമുക്ക് അവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ദാവീദ് ഇവിടെ പറയുന്നത്, യഹോവയെ സ്തുതിച്ച് ചൊല്ലി തന്നാൽ ഞങ്ങളുടെ യഹോവ ദൈവമായ പിതാവായ ഇസ്രായേൽ ദൈവമായ യഹോവേ, നീ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യഹോവ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്, ഇതെല്ലാം നിനക്കുള്ളതാ. ദൈവത്തിന് സ്തോത്രം. മഹത്വം നിനക്കുള്ളതാ, ഹല്ലേലൂയ, ശക്തി നിനക്കുള്ള, തേജസ്, യശസ്, മഹിമ ഇതെല്ലാം നിനക്കുള്ളതാ. നമുക്കിവിടെ എന്തെങ്കിലും പൂഴലുണ്ടോ പ്രിയമുള്ളവരെ? നമുക്ക് എന്തെങ്കിലും പ്രശംസിപ്പാനുണ്ടോ? നമ്മുടെ കർത്താവ് തരുന്നതല്ലാതെ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ഈ ഭൂമിയിൽ നമുക്കൊന്നും പ്രശംസിപ്പാനില്ല പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവ് എന്തെങ്കിലും നൽകി തരുന്നതല്ലാതെ. കാട്ടിൽ കിടന്ന ദാവീദിനെ, യാതൊരു യോഗ്യതയുമില്ലാത്ത ദാവീദിനെ രാജസ്ഥാനത്താക്കിയെങ്കിൽ, ഹല്ലേലൂയ, യാതൊരു യോഗ്യതയുമില്ലാത്ത നമ്മളെ, ഹല്ലേലൂയ, അവൻ ഇത്രത്തോളം കൊണ്ടുവന്ന് നിർത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതെന്ന് ഇന്ന് രാവിലെ ഹല്ലേലൂയ ഈ വചനത്തിൽ കൂടി നിങ്ങളോട് ഞാൻ ഓർപ്പിക്കുക. ഹല്ലേലൂയ, തകർന്നു പോകാമെന്ന സ്ഥാനത്ത്, ഇല്ലാതായി പോകാമെന്ന സ്ഥാനത്ത് നമ്മളെ കൈപിടിച്ച് നടത്തി നമ്മളെ കൊണ്ടുവന്ന ദൈവം എത്ര വിശ്വസ്തനാണ് പ്രിയമുള്ളവരെ. ഇങ്ങനെ പറയുന്ന യശസ്സും മഹിമയും നിനക്കുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെ നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു, നീ സകലത്തിനും ഇതേ തലവനായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുക, ദാനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്ന എത്ര പേർക്ക് ഇന്ന് രാവിലെ പറയുവാൻ കഴിയും? ഈ ഭൂമിയിൽ ഒത്തിരി പേര് ഹല്ലേലൂയ സമ്പാദിക്കണം എന്ന് പറഞ്ഞ് കൂട്ടുക പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവ് എന്തെങ്കിലും നമുക്ക് തന്നില്ലെങ്കിൽ നമുക്കുണ്ടോ? ഇവിടെ ഇങ്ങനെ ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു. നമുക്കൊന്ന് പറയുവാൻ കഴിയുമോ? ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു, നീ സർവവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നു, ശക്തീകരിക്കുന്നു നീയാണ്. ഹല്ലേലൂയ, നമുക്ക് പറയുവാൻ കഴിയട്ടെ പ്രിയമുള്ളവരെ. സകലത്തെയും ശക്തീകരിക്കുന്ന എൻ്റെ ദൈവമാ, സകലത്തെയും നിർത്തുന്നത് എൻ്റെ ദൈവമാ. ഹല്ലേലൂയ, വലുതാക്കുന്നതും ശക്തീകരിക്കുന്ന നിൻ്റെ പ്രവൃത്തിയാകുന്നു. ആകയാൽ ഞങ്ങൾ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിൻ്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്ന എത്ര പേർക്ക് ഇന്ന് രാവിലെ സ്തുതിക്കുവാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നുമില്ല, എൻ്റെ ദൈവം തരുന്നതല്ലാതെ എനിക്കൊന്നുമില്ല. ഹല്ലേലൂയ, ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു. നമുക്കൊന്ന് പറയുവാൻ കഴിയുമോ പ്രിയമുള്ളവരെ? ദാനവും ബഹുമാനവും എല്ലാം നമ്മുടെ കർത്താവ് തരുന്നത്. എന്നിട്ട് അവിടെ പറയുക, ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ? ദൈവത്തിന് സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ അവിടെ കാണുന്നുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തോടെ എനിക്കുള്ള പക്ഷം നിമിത്തം വിശുദ്ധ മന്ദിരത്തിന് വേണ്ടി ഞാൻ ശേഖരിച്ചതൊക്കെയും കൂടാതെ എൻ്റെ സ്വന്തം ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനായി കൊടുത്തിരുന്ന. കാട്ടിൽ കിടന്നവൻ രാജസ്ഥാനത്തായപ്പോൾ അവന് ലഭിച്ചതെല്ലാം അവൻ ആലയത്തിന് വേണ്ടി കൊടുത്തുവെന്ന് ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, പൊന്നും വെള്ളിയും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ദാവീദ് 14-ാം വാക്യത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, എൻ്റെ ജനവും എന്തുള്ളൂ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്, നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ, സകലവും നിങ്കൽ നിന്ന് വരുന്നു. നീ തരുന്നു, നിനക്ക് ഞങ്ങൾ തരുന്നു. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ ഞങ്ങൾക്കൊന്നും പ്രശംസിപ്പാനില്ല പ്രിയമുള്ളവരെ. നമുക്കിന്ന് രാവിലെ പറയുവാൻ കഴിയുമോ, എനിക്ക് തരുന്നതെല്ലാം എൻ്റെ തമ്പുരാനാ. ഹല്ലേലൂയ, എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നാ എനിക്ക് ലഭിക്കുന്നതെല്ലാം. ഇന്നെല്ലാവരും ഒത്തിരി ലോകത്ത് ഹല്ലേലൂയ പുകഴ്ച പറയാറുണ്ട്, എന്നാൽ നമുക്കൊന്നും പുകഴുവാനില്ല പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവ് എന്തെങ്കിലും തരുന്നുവെങ്കിൽ മാത്രം പുകഴുവാനുള്ളൂ. എൻ്റെ ജനവും എന്തുള്ളൂ, സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്, നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് പ്രിയമുള്ളവരെ. എന്നിട്ട് പറയുക, ഞങ്ങൾ നിൻ്റെ മുമ്പാകെ ഞങ്ങൾ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളുമാകുന്ന ഹല്ലേലൂയ. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ, യാതൊരു സ്ഥിരതയുമില്ല. ഹല്ലേലൂയ, ഞങ്ങൾ പരദേശികളാ. ഹല്ലേലൂയ, ഞങ്ങളിവിടെ നിലനിൽക്കുന്നവരല്ല.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് രാവിലെ പറയുവാൻ കഴിയും? പ്രിയമുള്ളവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത് നമുക്കൊന്ന് പറയുവാൻ കഴിയട്ടെ. ഈ രാജാവ് ദാവീദ് ഹല്ലേലൂയ ഒന്നുമില്ലാത്തവന്, യാതൊരു ഒന്നും പുകഴുവാനില്ലാത്തവൻ, ഹല്ലേലൂയ അപ്പനും അമ്മയും അവനെ തള്ളിക്കളഞ്ഞതാ. വനാന്തരത്തിൽ ആടിനെ മേയിച്ചു കൊണ്ടിരുന്നവനെ രാജസ്ഥാനത്ത് കൊണ്ടുവന്നെങ്കിൽ യോഗ്യതയില്ലാത്ത നമ്മളെ ഹല്ലേലൂയ യോഗ്യതയുള്ള ആക്കി തീർത്ത ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാ. റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ട് പ്രിയമുള്ളവരെ, 11-ാം അധ്യായം അവസാന വാക്യമാ. ഇങ്ങനെ അവിടെ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനൊന്ന് വായിക്കാം. റോമാലേഖനം, ദൈവത്തിന് സ്തോത്രം, 11-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ അതിൻ്റെ അവസാന വാക്യം ഇങ്ങനെ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവില്ല, അവനിൽ നിന്നേക്കും മഹത്വം. സകലവും നമ്മുടെ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. സകലതും നമ്മുടെ ദൈവത്തിൽ നിന്ന്. എത്ര പേർക്ക് ഇത് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എത്ര പേർക്ക് പറയുവാൻ കഴിയും? എൻ്റെ ദൈവം എനിക്ക് തന്നതേ ഉള്ളൂ, എനിക്കല്ലാതെ ഒന്നും ഇവിടെ പ്രശംസിപ്പാനില്ല, എനിക്കിവിടെ ഒന്നും പുകഴുവാനില്ല. എൻ്റെ ദൈവം എന്തെങ്കിലും എനിക്ക് തന്നെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. അതിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ളവരെ, ദാവീദ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു, നീ സർവവും ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഭരിക്കുന്നു. ദൈവത്തിന് എല്ലാവൻ്റെ ദൈവത്തെങ്കിൽ നിന്നാണ് വരുന്നത്. സകലത്തെയും ശക്തിയും ബലവും നിൻ്റെ കയ്യിലിരിക്കുന്നതാണ്. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിൻ്റെ പ്രവൃത്തിയാണ്. സകലത്തെയും വലുതാക്കുന്ന ശക്തീകരിക്കുന്ന നമ്മുടെ ദൈവമാ പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ ദൈവത്തിന് സ്തോത്രം, ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ, എൻ്റെ ചെരുവും എന്തുള്ളൂ, സകലവും നിങ്കിൽ നിന്നല്ലോ വരുന്നത്, നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. നമ്മളെ തന്നെ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഹാലയുമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഒരു യോഗ്യതയില്ലാത്ത ഞങ്ങളെ ഇത്രത്തോളം യോഗ്യതയുള്ളവരാക്കി തീർത്ത എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായിട്ട് സ്തോത്രം, കരുതലിനായിട്ട് സ്തോത്രം, ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളെല്ലാം സമർപ്പിക്കുക, അവരുടെ താഴ്ത്തുക. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, താഴ്ത്തുന്നു, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.